ക്ലിഫ് അറ്റ് ലാസ്റ്റ് എന്നെ കൊണ്ടുകൊണ്ട് പോയി. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് യുകെയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലാൻഡുകളിൽ ഒന്നായ ഐൽ ഓഫ് വൈറ്റിലേക്കാണ്. സോ ഗൈസ്, ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ലണ്ടൻ വാട്ടർലൂ സ്റ്റേഷനിലാണ്. നമ്മൾ ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് പോർട്സ്മൗത്ത് ഹാർബറിലേക്കാണ്. ലണ്ടനിൽ നിന്ന് അവിടേക്ക് ഒരു 2 hours ട്രെയിൻ ജേർണി ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഫെറി എടുത്തിട്ട് ഐൽ ഓഫ് വൈറ്റിലേക്ക് ഒറ്റപ്പോക്ക്. ഗൈസ്, ഇപ്പം നമ്മൾ കാണുന്നില്ലേ, ഇതാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ SWRൻ്റെ ട്രെയിൻ. നല്ല സൂപ്പർ ക്ലീൻ ട്രെയിനാണ് കേട്ടോ. അടിപൊളി ആണ് ഇതിനുള്ളിൽ. പിന്നെ ഇന്ന് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല ക്ലിയർ സ്കൈ ആണ്, നല്ല അടിപൊളി വിഷ്വൽസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ ഫെറിയും ട്രെയിനും ഉൾപ്പെടെ രണ്ടുപേർക്കും കൂടി നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത് ടിക്കറ്റിൻ്റെത് £114 ആണ്. ആക്ച്വലി ഇതൊരു ഡിസ്കൗണ്ടഡ് പ്രൈസ് ആണ്, കാരണം നമുക്ക് രണ്ടുപേർക്കും റെയിൽ കാർഡ് ഉണ്ട്. ഇവിടെ റെയിൽ കാർഡ് എടുക്കാൻ പറ്റും. അതിന് നമുക്ക് ഇയർലി £30 ആണ് വരിക. ഞാൻ ഒരു പട്ടിയെ കണ്ടു. എൻ്റെ നാട്ടിലത്തെ പട്ടികൾക്കൊന്നും മീശയില്ല. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇപ്പോ മീശയുള്ള പട്ടി. അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല. പട്ടിയുടെ ശരീരത്തിൽ മൊത്തം വലിയ വലിയ രോമങ്ങളുണ്ട്. ഇത് മീശ അതല്ല ഞാൻ ഒരു ബ്രൗൺ കളർ പട്ടിയല്ല ഇവിടെ മാത്രം ഈ മീശയുടെ ഭാഗത്ത് താടിയുടെ ഭാഗത്തിന്റെ ഇന ഏതാ എനിക്ക് അറിയില്ലത് ഞാൻ പറഞ്ഞാണ്. അപ്പൊ ഞാൻ പറഞ്ഞു പട്ടിക്ക് മീശ ഉണ്ട് കണ്ടോ, നല്ല ക്യൂട്ട് പട്ടി എന്നെ അവഹേളിച്ചു പോയി. അങ്ങനെ ഗൈസ്, ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ പോർട്സ്മൗത്ത് ഹാർബറിലെത്തി. ഇതാണ് പോർട്സ്മൗത്ത് ഹാർബർ. ഐൽ ഓഫ് വൈറ്റിലേക്ക് പോണ ഫെറി നമ്മൾ ഇവിടെ നിന്നാണ് കയറാൻ പോണേ. ഇംഗ്ലണ്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹാർബറുകളിൽ ഒന്നാണ് ഇത്. ഗൈസ്, ഇപ്പം നമ്മൾ പിന്നിൽ കാണുന്ന ആ ബ്ലാക്ക് ഷിപ്പ് കണ്ടോ, ഈ ഷിപ്പാണ് HMS വാറിയർ എന്ന് പേരുള്ള UK ഒരു ഹിസ്റ്റോറിക് വാർഷിപ്പാണിത്. 1860കളിൽ നമ്മുടെ റോയൽ നേവി യൂസ് ചെയ്തിരുന്ന ഷിപ്പാണിത്. ഹോണസ്റ്റ്ലി പറയാലോ, കിഡിലൻ സാധനം. അങ്ങനെ ഞങ്ങൾ ഫെറിയിലോട്ട് കയറി. ഫെറിയിലും താഴെ സ്ഥലം ഉണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ഞങ്ങൾ മുകളിലേക്ക് കയറി. ഇതാണ് അതിലേക്ക് പോകാനുള്ള സ്പേസ്. അപ്പോൾ മുകളിൽ നല്ല വ്യൂ ആയിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റി. ഇതിൻ്റെ പുറകിലായിട്ട് കാണുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ടവറാണ്. ഇത് പോർട്സ്മൗത്തിൻ്റെ തന്നെ ഫേമസ് ലാൻഡ്മാർക്ക് ആയിട്ടുള്ള സ്പിനാക്കർ ടവറാണ്. 170 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ടവറാണ്. ഈ പോർട്സ്മൗത്ത് ഹാർബറിൻ്റെ മിഡിലിൽ തന്നെയാണ് ഇതുള്ളത്. സെയിൽ ഷേപ്പ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ കാണാൻ നെക്സ്റ്റ് ലെവൽ സാധനമാണ്. പിന്നെ ഈ ടവറിൻ്റെ മുകളിൽ നമ്മൾ കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാം. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ ഹാർബർ അതിൻ്റെ മുകളിൽ നിന്ന് കാണാം. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇത് കാണാൻ വേണ്ടി മാത്രം ഇവിടേക്ക് വരുന്നവരുമുണ്ട്. അങ്ങനെ നമ്മുടെ ഫെറി അവിടെ നിന്ന് എടുത്തു. ഈ ഫെറി എടുത്തപ്പോൾ ബാക്കിൽ കണ്ട യാച്ച് കണ്ടോ, ഇതുപോലുള്ള ഒരുപാട് ലക്ഷറീസ് ആയിട്ടുള്ള യാച്ചുകൾ പോർട്സ്മൗത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഭയങ്കരമായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇതിലാണ് സ്റ്റേ ചെയ്യുക. അപ്പോൾ ഇത് പബ്ലിക്കിന് അവർ കൊടുക്കില്ല. ഇത് ഭയങ്കര റിച്ച് പീപ്പിളുകൾ സീ കാണാൻ വേണ്ടിയും എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ടാണ് അവരത് യൂസ് ചെയ്യുക. മുകളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷെ നല്ല കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു. നമുക്കിവിടെ നിന്ന് ഏകദേശം 20 മിനിറ്റാണ് അവിടേക്ക് എത്താൻ. അപ്പോഴേക്കും കാറ്റടിച്ച് നമ്മൾ അടിയിലേക്ക് തന്നെ ഇറങ്ങിപ്പോയിട്ടാ. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പ് കേട്ടോ. നല്ല അടിപൊളിയാണ്. ലഗേജൊക്കെ ഫ്രണ്ടിൽ വയ്ക്കാം. നല്ല അടിപൊളിയായിട്ട് സീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങി നടക്കുകയാണ്. അന്തരീക്ഷം ചെറുതായിട്ട് മാറുന്നത് പോലെ തോന്നുന്നുണ്ട്. നമ്മളങ്ങനെ ഐൽ ഓഫ് വൈറ്റ് ടച്ച് ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് റൈഡിലേക്ക് പോകണം. അപ്പോൾ നമുക്കൊരു 14 മിനിറ്റ് നടക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഷാംഗ്ലിന് എഴുതി ട്രെയിൻ ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ആ സിറ്റിയിൽ വന്ന് ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ റൈഡിലെത്തി. ഇവിടുത്തെ ബസ്സുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ലണ്ടനിലത്തെ പോലെ റെഡ് കളറല്ല, കിളിപ്പച്ചയാണ്, കിളിപ്പച്ച. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു ഐലാൻഡിൻ്റെ വൈബ് കിട്ടിയിട്ടോ. കാരണം അത്ര ക്രൗഡറല്ല നമ്മൾ ലണ്ടനെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ചെറുതായിട്ട് മഴ പൊഴിയുന്നുണ്ട്. പിന്നെ ഒരു യാത്രയായിരുന്നു, ഫുഡ് തപ്പിയുള്ള യാത്ര. രണ്ടുപേർക്കും നന്നായിട്ട് വിശക്കുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചു.
അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു പബ്ബിലാട്ട കയറി. 1953 സ്റ്റാർട്ട് ചെയ്ത പബ്ബാണിത്. ഇതിൻ്റെ പേരെന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ റെയ്ഡ് കാസ്റ്റിൽ എന്നാണ് ഇതിൻ്റെ പേര്. ഷോയ്ക്ക് വേണ്ടി അവൾ 2 ബീർ ഓർഡർ ചെയ്തെങ്കിലും ബീറൊക്കെ കുടിച്ചത് ഞാൻ തന്നെ. നല്ല വിശപ്പുണ്ടായിരുന്നു, കാലത്തോട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ബീഫ് ലസാനി ഓർഡർ ചെയ്തു, അതേപോലെ ഒരു ബർഗറും കുറച്ച് ചിപ്സും ഓർഡർ ചെയ്തു. ആക്ച്വലി ബീഫ് ലസാനിയ ഞാനായിരുന്നു ഓർഡർ ചെയ്തത്, പക്ഷേ അവൻ സ്വാപ്പ് ചെയ്ത് എന്നെ ചതിച്ചു. പിന്നെ ഞങ്ങൾ നേരെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സുവനീർ ഷോപ്പിൽ കയറിയിട്ടാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം ഇവിടെ വെച്ചിരിക്കുന്നത് മൊത്തം ഈ ശംഖ് ടൈപ്പ് ഫോസിലുകളാണ്. ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഞാൻ കണ്ടു. പിന്നെ ഫുള്ള് കടലായ കാരണം ഇവിടെ ഇതിനൊക്കെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ നല്ല അടിപൊളിയായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ. ഞാനെല്ലാം ഓരോന്നെടുത്ത് നോക്കി, പക്ഷെ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ ആക്ച്വലി. പിന്നെ പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കൊരു ഗിഫ്റ്റ് ഷോപ്പിലും കയറാം, സമയവും പോവുമല്ലോ. മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങി ഒന്നും ചെയ്യാനും പറ്റില്ല ആക്ച്വലി. ഇവിടെ സ്വീറ്റ്സിൻ്റെ സൈഡിൽ നമ്മുടെ കടല മിഠായിയൊക്കെ കണ്ടു. അപ്പം ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഞാൻ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റും ഒരു പോസ്റ്റ് കാർഡും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മെമ്മറീസായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടാ. നമ്മുടെ നാട്ടിൽ കബഡി കളിക്കില്ലേ, കബഡി, ഞാനത് ചെറുപ്പത്തിൽ കുറേ കളിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 5-6 വെച്ചിട്ട് ഉണ്ടാക്കിക്കണതാ. കണ്ടാ, അടിപൊളി സാധനമല്ലേ. നിസ്സാര പെൻസേ വിലയുള്ളൂ. ഞാനൊരു പിശുക്കനായ കാരണം ഞാൻ വാങ്ങിച്ചില്ല ഗൈസൊന്നും. ഞാനിതൊക്കെ നോക്കി നിന്നു. കണ്ടാ, ഒന്ന് മഴ തുറന്നപ്പോൾ ഞങ്ങൾ സൺസെറ്റ് കാണാൻ പോയി. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റൈറ്റ് ബീച്ച്. അപ്പോൾ അവിടേക്ക് നമ്മൾ വാക്ക് ചെയ്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അവിടെ നമ്മളങ്ങനെ നേരെ നടന്നപ്പോഴാണ് ഗൈസ് തൊട്ടടിയിലായിട്ടൊരു പോണ്ട് കണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങി, കണ്ട അരയന്നങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ ഇമാതിരി സെറ്റപ്പ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ലക്ഷൂറിയസ് ഫീലാണ്. അതുകൊണ്ട് ഭയങ്കര ക്ലീൻ സിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നമ്മുടെ സണ്ണ് അങ്ങനെ അസ്തമിക്കുന്നുണ്ട്. അവിടെ ദൂരേക്ക് നോക്കുമ്പോൾ നല്ല വെളിച്ചം വരുന്നുണ്ട്. ഇതൊരു സ്വിമ്മിങ് പൂളാണ് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ. ഇതൊരു 9:30 ആയപ്പോഴുള്ള മൂടാട്ടോ. നമ്മൾ ട്രെയിൻ എടുത്തില്ലെങ്കിൽ ഇതേ കൂടെ ആയിരുന്നു നടന്ന് വരേണ്ടിയിരുന്നേ റൈഡിലേക്ക്. അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നമ്മൾ ഫൈനലി ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ പേര് റൈഡ് തന്തൂരി എന്നാണ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യാണ്, ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട്. ആക്ച്വലി ഇവിടെ ഇന്ത്യക്കാരെക്കാട്ടും കൂടുതൽ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഫോറിനേഴ്സ് തന്നെയാട്ടാ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ തന്തൂരി ഓർഡർ ചെയ്തു, പിന്നെ എഗ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ഇതാണ് ഓർഡർ ചെയ്തത്, കാരണം അധികം വിശപ്പ് ഉണ്ടായിരുന്നില്ല. മോശം പറയല്ലോ, നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ഫുഡ് ഇഷ്ടമായി. നാളെയും ഇവിടെ തന്നെ വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അങ്ങനെ മോർണിംഗ് എണീറ്റു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, അറിയാലോ. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്താ കേൾക്കണ്ടാവില്ല? എന്താ നീ കരയണോ ശരിക്കാണോ? കരഞ്ഞല്ലോ. പറ. How would you like your egg? Very less oil. He said scrambled. He said very less oil. ആ മെനു കാർഡിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സ്ക്രാമ്പിൾഡ് വേണോ അല്ലെങ്കിൽ പോച്ച്ഡ് വേണോ എന്നൊക്കെ. ഞാനത് കണ്ടില്ല ഗൈസ്. എന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ലെസ് ഓയിലായിട്ടുള്ള എഗ്ഗ് മതിയത്. അതിന് കാലത്ത് തന്നെ വയറ് നിറയെ കിട്ടി. ആ മൂഡ് പോയി കഴിക്കാനുള്ളത്. പിന്നെ ഇതൊരു ബൊഫേ സെറ്റപ്പാണ്. നമുക്ക് മിൽക്ക്, അതേപോലെ ജ്യൂസ്, ക്രോസൻറ്റ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളോടെ ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ പോയി എടുക്കുക. അതിന് ശേഷം അവിടെ ഒരു മെനു കാർഡ് ഉണ്ട്. ആ മെനു കാർഡിൽ നോക്കിയിട്ട് മെയിൻ എന്തെങ്കിലും ഓർഡർ ചെയ്യുക. അങ്ങനെ ഫുഡ് വന്നു. ഞാൻ ഓർഡർ ചെയ്തത് ബേക്ക്ഡ് ബീൻസും ടോസ്റ്റുമാണ്. നല്ല മധുരമുള്ള ബീൻസ്, അല്ലാണ്ട് എന്താ. അവൾ ഓർഡർ ചെയ്ത് തന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ഫുൾ ബ്രേക്ക്ഫാസ്റ്റ്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ എന്തായാലും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോകാൻ പോണേ മിനിയേച്ചർ വില്ലേജ് കാണാനാണ്. ഈ പ്ലേസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ മുഴുവൻ വില്ലേജിൻ്റെ ഒരു മിനിയേച്ചർ സ്റ്റൈലിലേക്കാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഹോണസ്റ്റ്ലി ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്കത് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു.
അപ്പം ഗൈസ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഗോഡ്ഷിൽ മോഡൽ വില്ലേജ് കാണാനാണ്. റൈഡിൽ നിന്ന് ബസ് എടുത്ത് ഏകദേശം 45 to 1 hour ആണ് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരിക. ഐൽ ഓഫ് വൈറ്റിൽ തന്നെ മോസ്റ്റ് ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ മിനി വില്ലേജ്. പിന്നെ നമ്മൾ ബസ് ഡ്രൈവറായിട്ട് സംസാരിച്ചപ്പോൾ ആൾ നമുക്കൊരു ടിക്കറ്റ് തന്നു. ഇതൊരു ഫുൾ ഡേ പാസ് ടിക്കറ്റാണ്. 16 pound ഇതിനായത്. പിന്നെ മെയിനായിട്ട് ഇത് എടുക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് നീഡിലും കൂടി കാണാൻ പോകുന്നുണ്ട്. നീഡിൽ ബീച്ച്. ആ ബീച്ചിൽ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേറൊരു ബസ് എടുക്കണം. അതും ഈ ടിക്കറ്റിൽ കവറാണ്. അതെന്തുകൊണ്ടും നല്ല ലാഭമാണെന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ ആ ടിക്കറ്റ് എടുത്തത് ആക്ച്വലി. ഇവിടുത്തെ വീടുകളും റോഡുകളൊക്കെ കാണുമ്പം ഭയങ്കര എസ്തെറ്റിക് മൂഡാണ്. ലണ്ടൻ വെച്ച് നോക്കുമ്പം ഭയങ്കര കാമായിട്ടുള്ള ഒരു പ്ലേസാണ് ഇവിടെ. അങ്ങനെ നമ്മൾ വന്നിറങ്ങി. ഇതാണ് ബസ് ഇറങ്ങിയിട്ട് നടക്കുന്ന സ്ഥലം. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് വോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മിനി വില്ലേജിൻ്റെ ഫ്രണ്ടിലാണ് എത്തുക. കണ്ടോ? അപ്പോൾ ഇതാണ് മിനി വില്ലേജിൻ്റെ ഫ്രണ്ട് സൈഡ്. അവിടെ നമുക്കൊരു റിസപ്ഷനും കാണാം. അങ്ങനെ നമ്മൾ റിസപ്ഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. 16 pound ഒരാൾക്കായത്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയി കാണാം അതിൻ്റെ വിശേഷങ്ങൾ. ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഗൈസ്, ഇവിടെ ബിൽഡിങ്ങുകൾ മാത്രമല്ല, മിനി എയർപോർട്ട്, റെയിൽവേ, വില്ലേജ് സെറ്റപ്പ് എല്ലാം റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട നോർമൽ ഇംഗ്ലീഷ് വില്ലേജിലെ റിയൽ ബിൽഡിംഗ് പോലെ തോന്നുമല്ലേ? പക്ഷേ ആക്ച്വലി ഇതൊരു മിനിയേച്ചർ മോഡലാണ്. റിയൽ ബിൽഡിങ്ങിൻ്റെ എക്സാക്ട് സ്മോൾ വേർഷൻ പോലെ ബിൽഡ് ചെയ്തിരിക്കുന്നതാണിത്. റൂഫ് ടൈൽസ് മുതൽ വിൻഡോസ്, ഗാർഡൻസ്, ചിമ്മിനി വരെ ഓരോ ചെറിയ കാര്യം സൂപ്പർ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒറിജിനലിനെ വെല്ലണ സാധനം അവർ ഉണ്ടാക്കി വെച്ചിരിക്കണേ. അതിപ്പോൾ ബോൺസായി ആ ട്രീകളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് മനുഷ്യരൂപങ്ങൾ കണ്ട അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഈ ട്രീയൊക്കെ പക്ക ഒറിജിനൽ സാധനം. ഇതിൻ്റെ ഉള്ളിലത്തെ നമുക്കിതിൻ്റെ വിൻഡോസിൻ്റെ ഉള്ളിൽ ഇവിടെ നോക്കും ചെയ്യാം കേട്ടോ. അതും കാണാൻ നല്ല രസമാണ്. ഈ ഫോറിനേഴ്സൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നതാണ്ടാ. അടിപൊളിയല്ലേ? കാണാൻ നല്ല എന്ത് രസമാണ്. ഒരു വില്ലേജ് മൊത്തം നമ്മുടെ കൺമുന്നിൽ നമുക്ക് കണ്ണുകൊണ്ട് നോക്കി കാണാം ഒരു വില്ലേജ്. അതായത് നമ്മളൊരു വലിയ ഹൈറ്റിൽ നിന്നിട്ട് നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ സിറ്റീസൊക്കെ മോളിൽ നിന്ന് കാണില്ലേ, അതേപോലത്തെ ഒരു ഫീല്. ലണ്ടനിൽ താമസിക്കുന്നവർക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ നോർമലി ഉണ്ടാവുന്ന വീടുകളൊക്കെ ഇതുപോലെയാണ് കാണാനുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് മിനി വേർഷനാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റണേ. അപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പം ഇതിൽ കർട്ടൻസ്, അതിൻ്റെ ഉള്ളിലത്തെ ടേബിൾസ്, അങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലിങ് വരെ അവർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ട്രീ ഒക്കെ കണ്ടപ്പോൾ പ്ലാസ്റ്റിക് ആണെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പ്ലാസ്റ്റിക് ഒന്നുമല്ല, ബോൺസായി ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ സാധനം കണ്ടോ, ഈ മരം കണ്ട, ഇതെന്ത് മരമാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് പറയാ, ഈ മാല ബൾബൊക്കെ കത്തി നിൽക്കില്ലേ, അതുപോലത്തെ ഒരു ഫീല്. അത് എന്തൊരു നല്ല രസമായിട്ട് അവർ ചെയ്ത് വെച്ചിരിക്കണേ. അടിപൊളി തന്നെ കേട്ടോ. ഇതൊക്കെ കാണേണ്ട സ്ഥലം തന്നെ ജീവിതത്തിൽ. നമ്മൾ ഇതിൻ്റെയൊക്കെ അടുത്ത് പോയി ഇരുന്നാലും നമ്മൾ ജെയിൻ്റായിട്ട് തോന്നും. നമ്മൾ അതിശയനൊക്കെ വന്ന് നിൽക്കത്തില്ലേ, അതുപോലെ. ഇത് അവിടുത്തെ തന്നെ ഒരു ഫേമസ് ചർച്ചാട്ടാ, ആ വില്ലേജിലത്തെ ഓൾ സെയിൻറ്റ് ചർച്ച് എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് രൂപം. നമ്മളിതൊരു ഡ്രോണിലൊക്കെ ഷൂട്ട് ചെയ്യില്ലേ, അതുപോലെ തോന്നുള്ളൂ. ഈ വിഷ്വൽസൊക്കെ നിങ്ങൾ നോക്കിയേ, പക്ക ഒറിജിനൽ അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷെ ഇതൊക്കെ ഒരു മിനിയേച്ചർ രൂപമെന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു ഫീലും എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആ ചേർച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വെഡ്ഡിങ് അറ്റ്മോസ്ഫിയർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫാമിലീസ് എല്ലാം ആയിട്ട് ഭയങ്കര സെറ്റായിട്ട്. അപ്പം ഞാൻ എന്നെ കല്യാണത്തിന് വിളിച്ച് പറഞ്ഞിട്ട് അവിടേക്ക് പോകണ പോലെ കാണിക്കുമായിരുന്നു.
നമ്മൾ ഈ കപ്പ് കണ്ടപ്പം ഓരോ ഫോട്ടോസ് എടുത്ത് ഗൈസ്. നിങ്ങൾ ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളത് കണ്ടു. ഇതിൻ്റെ പുറകിലായിട്ട് സുവെനീർ ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ബ്രേസ്ലെറ്റൊക്കെ ഇട്ട് നോക്കി. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തു. അത് നമ്മുടെ ബീച്ചിനോട്ട് ഭയങ്കര വൈബായിട്ട് വരുന്നായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്തു. ഗൈസ് ഞങ്ങളങ്ങനെ വീണ്ടും ബസ് കയറി നേരെ നീഡിൽസിലേക്കാണ് പോണത്. ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂറാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണിക്കുന്നത് കറക്റ്റായിട്ട് ബസ് കിട്ടിയത്. അപ്പോൾ വായിസ് കൂടി ഉണ്ട്, നമുക്ക് ചോദിക്കാം എങ്ങനെ ഇരുന്നു നമ്മുടെ വില്ലേജ് സൂപ്പറായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മിനിയേച്ചർ വേഴ്സസ് ഓൾറെഡി എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ അതിൽ തന്നെ കുറേ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. മിനി വേസ്റ്റും വില്ലേജ് സൈഡിൽ നല്ല ഭംഗിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഗൈസ് അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ബസ് കയറി, രണ്ടാമത്തെ ബസ്സിൽ കയറി. അപ്പോൾ ഞങ്ങൾക്ക് ടേബിൾ സീറ്റ് കിട്ടിക്കണ്ട. ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഡബിൾ ഡെക്കർ ബസ്സാണിത്. ഒരു ടേബിൾ സീറ്റ്, വെരി നൈസ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഫോട്ടോസ് നോക്കുകയാണ് ഞാൻ. എൻ്റെ വില്ലേജ് പോയ ഫോട്ടോസ് എങ്ങനെയുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വെയിറ്റ് ചെയ്യും. ഫോട്ടോസ് നോക്കണം. ഞാൻ ആലോചിക്കായിരുന്നു ഈ ഫോട്ടോ ഇതിൽ വേറെ ആൾക്കാരുടെ മുഖം ഉണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് ആരെങ്കിലും വഴക്ക് പറയും തന്നെ. പിന്നെ നീ സെലിബ്രിറ്റി ആണല്ലോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുന്നു. അപ്പോൾ ആള് ലണ്ടനാണ് എവിടേക്കാണ്ട് പോയി. അപ്പോൾ പോയിട്ട് ആള് ഒരു കല്യാണത്തിൻ്റെ ആളെ വിളിക്കാത്ത കല്യാണം, അതായത് നമ്മൾ നോർമലി ഒരു ചർച്ചിൻ്റെ അടുത്ത് പോയി ചർച്ചിൽ കല്യാണം നടക്കണം. ആളതിൻ്റെ ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്തിട്ട വീഡിയോ. എന്നിട്ട് ആളെന്നെ പറയാ ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലങ്ങളായി, എത്രയോ 8-10 കൊല്ലങ്ങളായി, അവർക്ക് പോലും അറിയില്ല ആളതിൻ്റെ ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ അവരിലേക്ക് എത്തില്ലെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിപ്പോൾ ആ കൂടി കാണാൻ പോണത് ഇത്ര ആൾക്കാരാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര റെയിനായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് സാഡായി. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഈ ട്രിപ്പ് മൂഞ്ചില്ലോ എന്നാലോചിച്ച് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് നല്ല ടെമ്പറേച്ചറാണ്. എൻ്റെ ഫേസൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഭയങ്കരമായിട്ട് നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ ബീച്ചെത്തും. അപ്പോൾ ഇനി ബീച്ചിൻ്റെ വിശേഷത്തിലേക്ക്. ഓക്കെ, ഇതെന്ന് പറയുന്നത് യാർമൗത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമാണിത്. യാർമൗത്ത് ബസ് സ്റ്റേഷനിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ സൈഡിലൊക്കെ കാണുന്നത് ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള പ്രൈവറ്റായിട്ടുള്ള ബോട്ടും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. നല്ല സീസൈഡാണ്. നമ്മളിപ്പോൾ കുറേ ഗ്രാമങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയേക്കണത്. ഇത് അടിപൊളി ഒരു ബീച്ചാട്ടാ. ഇതൊരു കോസ്റ്റൽ ടൗണാണ് ആക്ച്വലി. അപ്പോൾ നീഡിലേക്ക് പോണ വഴി റൈറ്റ് സൈഡിലാണ് ഇത് വരിക. റിയലി ബ്യൂട്ടിഫുള്ളാണ്. എനിക്കിപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങിയാണ്. കാരണം ഇവിടെ ലൈഫ് ബോട്ടുകളും അങ്ങനെ കയാക്കിങ്ങും അങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട്. പിന്നെ അറ്റത്ത് കാണുന്നതുണ്ടോ, അതാണ് വൈറ്റ് ലിങ്ക്. ഇവിടെ നിന്ന് മറ്റേ നമ്മൾ ഒരു ജങ്കാർ പോലത്തെ സാധനത്തിൽ കയറി വന്നില്ലേ, അതുപോലെ തന്നെ ഇവിടെ നിന്നും ആ പരിപാടി ഉണ്ട്. ഒരു ചെറിയ ബോട്ട്, അതിന് ഇതുണ്ടല്ലോ കോവില് മുകളിലേക്ക്. എനിക്ക് തോന്നുന്നു അത് ഇപ്പോൾ എഞ്ചിൻ ഉണ്ടായിരിക്കും. പണ്ട് അവർ മറ്റേ ഈ കാറ്റിനനുസരിച്ച് കൺട്രോൾ ചെയ്യണ പരിപാടി. ഇതിപ്പോൾ അതിൻ്റെ ബാക്കിലൊരു വൈറ്റ് വൈറ്റ് അതിന് ഇതുണ്ട്, അതിന് മറ്റേ ഇതുണ്ട് എല്ലാം. ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര അടിപൊളി ഗ്രീനറീസും നല്ല കൊച്ചു കൊച്ചു വില്ലേജസും, നമ്മളൊരു നാട്ടിലെത്തിയ പോലത്തെ ഒരു ഫീലാട്ടോ. ഫുള്ള് ഗ്രീനറീസാണ്. എന്ത് രസമാണെന്ന് അറിയാം ഇവിടെ കാണാൻ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും കളിച്ച് ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്തിട്ടാണ് വരുന്നത്. ബാക്കിൽ കുറച്ച് ഇന്ത്യൻസ് ഉണ്ട്, അവരുടെ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓൺലി ബഹളമാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫൈനലി നീഡിൽസ് എത്തി. നിങ്ങൾക്ക് ഇവിടെ ബോർഡ് കാണാം. ഇതിൻ്റെ പുറകിലായിട്ട് നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഗൈസ് ഞങ്ങളങ്ങനെ നീഡിൽ എത്തി. വിശന്നിട്ടോ ഈ 2 പേർക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കഫേ ഉണ്ട്, അടിപൊളി കഫേയാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി എനിക്കൊരു ബീഫ് ലസാന വാങ്ങിച്ചിട്ടുണ്ട്, അവൾക്കൊരു പേസ്റ്ററി വാങ്ങിച്ചു,
പിന്നെ ഒരു കോഫി. അപ്പോൾ ഫുഡ് കഴിക്കാം, അതിനുശേഷം നീഡിൽ. അപ്പോൾ ഇതാണ്ട് ആ റെസ്റ്റോറൻറ്റ്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് ഗിഫ്റ്റ് ഷോപ്പുകൾ, ഇത് കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ സൈഡിലാണ് നമ്മുടെ നീഡിൽസിൻ്റെ ആ ബോർഡുള്ള സ്ഥലം കേട്ടോ. അവിടെ നിന്ന് സ്ട്രെയിറ്റ് നടന്നു കഴിഞ്ഞാൽ ചെയർ ലിഫ്റ്റ് എൻട്രൻസ് ഉണ്ട്. ഇവിടെ ക്യൂ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇത് ഞാനവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു വലിയ ഡീസൽ എഞ്ചിൻ വെച്ചിട്ട് ഇത് പ്രവർത്തിക്കണേന്ന് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേർക്ക് ഇരിക്കാം, അങ്ങനത്തെ ഒരു ചെയറാണ്. കണ്ടോ അങ്ങനെ വരുന്നുണ്ടോ? അപ്പോൾ അതിൽ ആക്ച്വലി നമ്മൾ ചാടി കയറി ഇരിക്കണം. ചാടി കയറി ഇരുന്നാൽ അവർ ലോക്ക് ചെയ്യും, പിന്നെ ഒരൊറ്റ പോക്ക്. പക്ഷെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ചേട്ടാ ഞങ്ങൾ പോയ ദിവസം. കുഴപ്പമില്ലായിരുന്നു, അത്ര ഭയങ്കര ക്രൗഡഡാന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്താണെന്നറിയില്ല, ഇടക്കിടക്ക് ഇത് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ ഇവിടെ ആയിട്ട്. അപ്പോൾ ഇവർ വീണ്ടും എൻജിൻ സ്റ്റാർട്ട് ചെയ്യും. കണ്ടാ ഇതിങ്ങനെ ആടി ആടി വരും, ചാടി കൊണ്ട് കയറിയിരിക്കുക, ഒറ്റപ്പോക്ക്. ഞാൻ ഭയങ്കര ധൈര്യം കാണിക്കെങ്കിലും എനിക്ക് ഭയങ്കര പൊങ്ങിയ സ്ഥലങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. കയറിയിരുന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കായിരുന്നു ഇരുന്നിട്ട്, നല്ല പേടിച്ചു. പക്ഷെ ഇടയ്ക്ക് വെച്ച് പേടി കുറഞ്ഞു. പിന്നെ താഴത്തേക്കൊരു ഇറക്കമുണ്ടായിരുന്നു, അത് കാണുമ്പോഴേ എനിക്ക് പേടിയായി. പിന്നെ ഇറങ്ങുമ്പോൾ വലിയ പ്രശ്നമില്ലായിരുന്നു, പക്ഷേ ഇറങ്ങാൻ പോണവരെ അയ്യോ ഇറങ്ങണല്ലോ എന്ന് ഓർത്തിട്ട് പേടിച്ചിരുന്നു. അത് പോണ വഴിക്ക് ഒരു ചേട്ടൻ പറയുകയും ചെയ്തു, അത് പതുക്കെ പോകുള്ളൂ, അല്ലാണ്ട് സ്പീഡിൽ പോകില്ല, പേടിക്കണ്ട. ഭയങ്കര പേടിത്തോർത്തിയാണ് ഗൈസ്. അയ്യോ എനിക്ക് പേടിയാന്നമ്മ, ഞാനിപ്പോ കരയാ. ബ്യൂട്ടിഫുൾ ക്ലിഫാണ് കണ്ടോണ്ടിരിക്കണത്. ധൈര്യം ഉണ്ടായിരുന്നു ഞാൻ ഈ ഫോഗ് കാണുന്ന മുകളിലൊരു മഞ്ഞ് പോലെ കാണുന്നുണ്ട്. നമ്മളതിന്റെ ഏറ്റവും ടോപ്പിലെത്തി ഗൈസ്. പേടിക്കാനൊന്നുമില്ല, നമ്മളതിന്റെ ഏറ്റവും ടോപ്പിലെത്തി. നോക്ക് അതിന്റെ കളർ നോക്കുക. ഒരുത്തിനപ്പുറത്തോടെ പോന്ന് ഇവിടെ കരയണ കേട്ടിട്ട് അയാൾ ഓളിട്ട് പറയാ ഡൈന്ന്. ക്ലിഫ് ഉണ്ട് ഗൈസ്, ക്ലിഫ്. എന്ത് ബ്യൂട്ടിഫുൾ അല്ല കാണാൻ, അടിപൊളി, സൂപ്പർ. നമ്മളവിടുത്തെ ഇറങ്ങണം, നമ്മൾ 1 സൈഡ് എടുത്തിട്ടുള്ളൂട്ടാ. എന്ത് ബ്യൂട്ടിഫുൾ അല്ല കാണാൻ, എന്ത് കളർ. നമുക്ക് ആ സൈഡൊക്കെ നോക്ക്. ഇവിടെ നിന്നു, ലിറ്ററലി ഇവിടെ നിന്നു ഗൈസ്. ഇപ്പൊ എനങ്ങുന്നില്ല, ഇതിവിടെ തന്നെ നിൽക്കാണ്. ആൾക്കാർ കുറവാണെന്നു. കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പോ, ഞാൻ ജൂലൈയിലാണ് വന്നത്, പക്ഷെ ഭയങ്കര ക്രൗഡറായിരുന്നു. അത് തണുപ്പുള്ള സമയമാണ്. ഇപ്പൊ ഇത്തിരി ചൂടുണ്ട്, പക്ഷെ എന്നാലും ആൾക്കാർ കുറവാണ്. പക്ഷെ ആരും ഇറങ്ങി കുളിക്കണൊന്നും കാണാനില്ല ചേട്ടാ. ആരും വെള്ളത്തിൽ നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നല്ല കാറ്റുള്ള കാരണം ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ തണുപ്പ് പോകുന്നുണ്ട്. പക്ഷെ വെയിലുണ്ട്, നല്ല സ്കൈയും ആണ്. പക്ഷെ എന്തോ അങ്ങനെ തോന്നുന്നു. ഇതെത്തുമ്പോ കളറ് കൂടി വരുന്നുണ്ട് അതിന്റെ. നോക്കിയ കളറ് ബ്യൂട്ടിഫുൾ അല്ലേ. നമ്മളിറങ്ങാൻ പാടിച്ച ഗൈസ്, നമ്മൾ ചാടാൻ പോവാണ് ഗൈസ്. നമ്മൾ അവിടെ നിന്നാണ് ഇപ്പൊ ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നത്. സെറ്റ് വാ നോക്ക്, വാ. അയ്യോ വെള്ളത്തിന് കളർ നോക്ക്. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ജസ്റ്റ് വെള്ളം എങ്ങനെയുണ്ട്, തണുപ്പുണ്ടോ എന്ന് നോക്കണം. തണുപ്പില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങില്ല. വെള്ളത്തിന് തണുപ്പില്ലെങ്കിൽ ഞാൻ ഇറങ്ങും, തണുപ്പുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങില്ല. ഇതാണ് നമുക്ക് റിട്ടേൺ പോകാനുള്ള വഴി. ഒരാള് പോലും ഇറങ്ങിയിട്ടില്ല, അതെന്താന്ന് മനസ്സിലാവുന്നില്ല. തണുപ്പുള്ള കാരണം ആയിരിക്കല്ലേ ഗൈസ്. ആരും വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, എന്താണെന്നറിയില്ല. വെള്ളത്തിന് നല്ല തണുപ്പ്. വെള്ളത്തിന്
ചെറിയൊരു നല്ല തണുപ്പുണ്ട് കേട്ടാ. അത്ര തണുപ്പല്ല എന്നാലും. പക്ഷെ ആരും എന്താ ഇറങ്ങാത്താവോ? അങ്ങനെ ഒരു 2 മണിക്കൂർ നേരത്തെ പരിപാടികൾ കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിൽ നിന്ന് കയറിയിട്ട് ഇനി ക്ലിഫിൻ്റെ മുകളിൽ പോകണം. അതിന് ഈ ബസ്സിലാണ് പോകേണ്ടത്. ഈ മുകളിൽ ഓപ്പൺ ആയിട്ടുള്ള ബസ്, ഈ ബസ്സാണ് ക്ലിഫിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകണത്. നമ്മൾ ആദ്യമേ ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞില്ലേ, ആ ടിക്കറ്റ് എടുത്ത് കാരണം നമുക്ക് ഇതും ഫ്രീ ആട്ടാ. അതിൽ കവേടാ കണ്ടാ. ക്ലിഫിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ എന്തൊരു ഹൈറ്റിലേക്ക് നമ്മൾ പോകണമെന്ന് അറിയോ. ഇവിടെ നിന്ന് കാണാനായിട്ട് അടിപൊളിയാട്ടാ. ഏകദേശം ഇപ്പോൾ ഒരു 7:30-8 മണി ആയിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ഇവിടെ നല്ല വെളിച്ചുണ്ട് കണ്ടാ. 120-foot high column of rock, which was also known as Lot's wife. This column fell into the sea during a storm in 1764, the stump of which can still be seen at low tide. അപ്പോൾ ഇതാണ് മുകളിലത്തെ വ്യൂ. നമ്മുടെ ബസ് ഇനി 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക. അതുവരെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് വ്യൂസൊക്കെ കണ്ടു, നമ്മളതിലൂടെയൊക്കെ നടന്നു, എന്നിട്ട് 2-3 പിക്സൊക്കെ എടുത്തു. അത് ഞങ്ങൾ എൻഡിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം, ലൈക്കും ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.